മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അബ്ദുൾ റഷീദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അബ്ദുൾ റഷീദ്, മലയാളികൾക്ക് ഇങ്ങനെ അഭിമാനം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാ നമ്മുടെ ചെയർമാനും മലയാളത്തിലെ പ്രിയ താരവുമായ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിന് ഏറെ അഭിമാനമായിട്ടുള്ള പത്മ അവാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും പത്മഭൂഷൺ അവാർഡ് അത് കേരളത്തിൽ നിന്നും മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 13 പേർക്കാണ് ഈ പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്തിരിക്കുന്നത് മമ്മൂട്ടിയെ തന്നെയാണ്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ചില സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നിലവിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ പക്കൽ നിന്നും, അതായത് നിലവിൽ ഈ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. അതേസമയം ഏറെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, പത്മവിഭൂഷൺ 5 പേർക്കാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ VS അച്യുതാനന്ദൻ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി അടക്കമായിട്ടുള്ള VS അച്യുതാനന്ദന് പത്മ വിഭൂഷൺ അവാർഡ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭരണാനന്തര അരുൺ മഹ്മദി ആയിക്കൊണ്ടാണ് പത്മവിഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഈ കേരളത്തിൽ നിന്ന് ശ്രീ നാരായണൻ കൂടി പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ശ്രീ KT തോമസ് അതിനും പത്മവിഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും 5 പേർക്കാണ് പത്മവിഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 13 പേർക്ക് പത്മഭൂഷൺ അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പത്മശ്രീ അവാർഡുകൾ 113 പേർക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ടത് AP മുത്തു നായങ്കം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പ്രത്യേക ബഹുമതിയോടുകൂടിയ അദ്ദേഹത്തിന് പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾക്കും പത്മശ്രീ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും കേരളത്തിന് ഏറെ അഭിമാനകരമായിട്ടുള്ള അവാർഡുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, എന്തായാലും വളരെയധികം അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. VSന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു എന്നൊരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. VSന് പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇപ്പോൾ നൽകി ആദരിച്ചിരിക്കുന്നത് രാജ്യം. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ഉണ്ട് എന്നൊരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്, അല്ലേ അബ്ദുൾ റഷീദ്? സെന്തൂർ, തീർച്ചയായും പത്മഭൂഷൺ അവാർഡുകൾ 13 പേർക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിൽ SNDP അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശനും ഇത്തരത്തിൽ പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ സൂചനയായി ലഭിച്ചിരുന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് കൂടി ഇപ്പോൾ പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും കേരളത്തിന് അഭിമാനകരമാകുന്ന പ്രധാനപ്പെട്ട 3 അവാർഡുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്ന് പത്മവിഭൂഷൺ VS അച്യുതാനന്ദന് ലഭിച്ചിരിക്കുന്നു. മറ്റൊന്ന് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നു. മറ്റു അവാർഡുകൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. 113 പേർക്കാണ് വിവിധ മേഖലകളിലുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്മശ്രീ അവാർഡ് കേരളത്തിൽ നിന്ന് നിരവധി പേർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തിന് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനം തന്നെയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതെ, എന്തായാലും അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. പുരസ്കാര സമർപ്പണത്തിന്റെ വിവരങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ ഈ വരും നിമിഷങ്ങൾ ഇനി മറ്റുള്ളവർക്ക്, മലയാളികൾക്ക് മറ്റാർക്കൊക്കെയാണ് ഈ പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ പറ്റുന്നുള്ളൂ. ചലച്ചിത്ര മേഖലയിലെ മികവിനാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പത്മശ്രീ ഇതിന് മുമ്പ് തന്നെ മമ്മൂട്ടിക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പത്മഭൂഷൺ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടി നമ്മളിലേക്ക് എത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ മരണാനന്തര ബഹുമതിയായി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചിരിക്കുന്നു എന്ന വിവരവും കൂടിയാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞതായിരുന്നു, പത്മശ്രീ പുരസ്കാരങ്ങളുടെ പട്ടികയിൽ കൊല്ലക്കൽ ദേവകിയമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് അല്പം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി
ആയിരുന്നു ദേവകി അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ പത്മഭൂഷന്റെയും പുരസ്കാര ജേതാക്കളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ വിവരത്തിലാണ് നമുക്ക് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ഉണ്ട് എന്ന വിവരം നമ്മളിലേക്ക് എത്തുന്നത്. VS അച്യുതാനന്ദന് പത്മവിഭൂഷണാണ്, വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമ്മളിലേക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റഷീദിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ നമുക്കറിയാം വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷം. അതുമാത്രമല്ല, രാജ്യം ഇവരെ ആദരിക്കുമ്പോൾ അത് മലയാളികൾക്ക് ഏറ്റവും ഒരു ഇരട്ടി മധുരമാകുന്ന ഒരു നിമിഷം കൂടിയാണിത്. അതിപ്പോൾ മമ്മൂക്കിക്ക് പത്മഭൂഷൺ ലഭിക്കുകയാണെങ്കിലും VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ച കാര്യമാണെങ്കിലും വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിക്കുകയാണെങ്കിലും മലയാളികൾക്കൊന്നടങ്കം അത് വലിയൊരു അഭിമാന മുഹൂർത്തമായി മാറുകയാണ്, അല്ലേ? സിന്ധൂര്, തീർച്ചയായും രാജ്യം കേരളം ഉറ്റുനോക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇത്തവണ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള പത്മ അവാർഡ് നൽകിക്കൊണ്ട് ആദരിക്കുന്നത് എന്നുള്ളതാണ് ഏതൊരു പ്രധാനപ്പെട്ടത്. പത്മവിഭൂഷൺ നൽകിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ളതാണ്. അതോടൊപ്പം KT തോമസ്, P നാരായണൻ എന്നിവർക്ക് കൂടി പത്മവിഭൂഷൺ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ നിലവിൽ 5 പത്മവിഭൂഷണുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 3 കേരളത്തിലേക്ക് തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന് ഏറെ അഭിമാനകരമാകുന്ന നിമിഷം തന്നെയാണ്. അതോടൊപ്പം പത്മഭൂഷൺ അവാർഡ് നൽകിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് തന്നെയാണ്. നിരവധി സിനിമകളിൽ അടക്കം അദ്ദേഹത്തിന്റെ ഒരു മികവ് എപ്പോഴും രാജ്യം ഉറ്റുനോക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം പത്മശ്രീ അവാർഡ് നേരത്തെ തന്നെ, അതായത് 1998 തന്നെ പത്മശ്രീ അവാർഡ് നൽകിക്കൊണ്ട് രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പത്മഭൂഷൺ അവാർഡ് കൂടി മമ്മൂട്ടിയെ തേടിയെത്തുന്നത്. എന്തായാലും കേരളത്തിലെ മലയാള സിനിമയ്ക്ക് തന്നെ വളരെ അഭിമാനകരമാകുന്ന നിമിഷത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. മമ്മൂട്ടി നേരത്തെയും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. എന്തായാലും ഔദ്യോഗികമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ സിനിമകൾ അത് പല ഘട്ടങ്ങളിലും രാജ്യത്തെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് നൽകിക്കൊണ്ടാണ് രാജ്യം ഇത്തവണ ആദരിക്കാൻ പോകുന്നത്. അതേസമയം ശ്രീ അവാർഡുകൾ മറ്റു മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്നു. കൊല്ലക്കൽ ദേവകി അമ്മ ഈ സാമൂഹിക അടക്കം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പത്മശ്രീ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മറ്റു മേഖലകളിൽ വിദഗ്ധമായിട്ടുള്ള ചില സംഭാവനകളൊക്കെ തന്നെയും പരിഗണിച്ചുകൊണ്ട് പത്മശ്രീ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യത്ത് 113 പത്മശ്രീ അവാർഡുകളാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം പത്മഭൂഷൺ അവാർഡുകൾ 13 പേർക്കും ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ 5 പേർക്ക് കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.